അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് സുഗന്ധത്തെ പറ്റിയാണ്. അതെ, മനുഷ്യൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരാവശ്യമാണ് സുഗന്ധം. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ആഹരിക്കുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ മനുഷ്യൻ ഇടപഴകുന്ന ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായൊരു ഗന്ധമുണ്ട്. ആ ഗന്ധം എപ്പോഴെല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നോ അതിൽ നാം സുഗന്ധമെന്ന് പറയുന്നു. പൂക്കളായാലും പഴങ്ങളായാലും മരങ്ങളായാലും മണ്ണിന് പോലും മണ്ണിൻ്റെ ഗന്ധമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആദ്യ മഴ പെയ്യുന്ന ദിവസം ആ മണ്ണിൻ്റെ ആ മണം എത്രത്തോളം നമ്മൾ ആകർഷിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് ഈ മണം ഓർക്കാത്തവരായി ആരുമുണ്ടാവില്ല. ഇങ്ങനെ ഇലകളിലും കായ്കളിലും ഒക്കെയുള്ള മണങ്ങൾ പലപ്പോഴും അത്തറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ലോകത്ത് മൃഗങ്ങളുടെ, നിങ്ങൾക്കറിയാലോ, കസ്തൂരിമാനിൻ്റെ കസ്തൂരി പോഡ് എന്ന് പറയും. അതിൻ്റെ അകത്ത് പോലും സുഗന്ധമുള്ളത് വലിയ ശ്രദ്ധ നേടിയ കാര്യങ്ങളാണ്. ഇങ്ങനെ കടലിൽ നിന്ന് കിട്ടുന്ന അംബർഗ്രീസ്, ഇങ്ങനെ തുടങ്ങി വൈവിധ്യങ്ങളായ രീതിയിലുള്ള സുഗന്ധങ്ങളുണ്ടെങ്കിലും മരത്തടിക്കകത്തുള്ള സുഗന്ധമാണ് ചന്ദനം. അത് കേരളത്തിലും കർണാടകയിലും വളരെ സുലഭമാണെന്ന് കേൾക്കുന്നു. അതേപോലെ തന്നെ ആസാമിലും അതേപോലെ മറ്റ് ചില രാജ്യങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ജക്കാർത്ത തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ധാരാളം ഊതുകളുണ്ട്. അപ്പോൾ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധമാണ് ഊത്. സുഗന്ധം ആകർഷിക്കാത്തവരായി ആരുമില്ല. സോപ്പും ഷാമ്പുവും ലോഷനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അതിലെ സുഗന്ധത്തെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും സുഗന്ധം അതേത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിന് പലതരം അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഞാൻ ഊതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നിങ്ങളുമായി പങ്കുവെക്കുന്നു. മലയാളികൾക്ക് ഒരുപക്ഷെ വലിയ ഉപയോഗിച്ച് ശീലമില്ലാത്തൊരു സാധനമാവുമെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് പണം സമ്പാദിക്കുന്ന അറബ് രാജ്യങ്ങളിലുള്ള അറബികൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഊത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മനുഷ്യർ സുഗന്ധം ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന 3 വസ്തുക്കളിൽ ഒരു വസ്തുവായി സുഗന്ധത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുള്ളത് നമ്മളറിയാം. ഏതായാലും മലയാളികൾ ഒട്ടേറെ വൈവിധ്യങ്ങളായ സുഗന്ധം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഊത് ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. നാം പല വസ്തുക്കൾക്കും പണം ചെലവഴിക്കാറുണ്ട്. വസ്ത്രത്തിന്, വാഹനത്തിന്, പാർപ്പിടത്തിന്, അതൊക്കെ വീടൊക്കെ ഉണ്ടാക്കാനും ഓഫീസിനൊക്കെ തന്നെ അതിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള പലതരം വസ്തുക്കൾക്ക് വേണ്ടി ഒട്ടേറെ പണം ചെലവഴിക്കുന്ന മലയാളികൾ സുഗന്ധത്തിന് പണം ചെലവഴിക്കുമ്പോഴും പെർഫ്യൂമും ആൽക്കഹോളുള്ള മറ്റ് DEP പോലെ അപകടകരമായ രാസവസ്തുക്കളുള്ള സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ പ്രകൃതിദത്തമായ ഊത് ഉപയോഗിക്കണം എന്നാണ്. ഇതിന് ഒട്ടേറെ കാര്യങ്ങളും ഒട്ടേറെ രഹസ്യങ്ങളും ഉണ്ട്. ഇനി നമുക്കറിയാം, പലരും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഉറക്ക ഗുളിക കഴിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഊത് ഉപയോഗിച്ച് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഈ ഉപയോഗം കൊണ്ട് മാത്രം ഉറക്കം ലഭിക്കുമെങ്കിൽ ഉറക്ക ഗുളിയേക്കാൾ എത്ര സുരക്ഷിതമാണ് പവിത്രമായ പ്രകൃതിദത്തമായ ഊത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതായാലും ഞാനിപ്പോൾ ഒരു ഊതിൻ്റെ ഉപയോഗം നിങ്ങൾ പങ്കുവെക്കാം. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒരുപക്ഷെ ഈ ഉപയോഗം നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ കാഴ്ചയെയും നിങ്ങളുടെ കേൾവിയെയും നിങ്ങളുടെ ശ്വസനത്തെ പോലും ഒരുപക്ഷെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നു. നോക്കൂ, ഊത് ഇത് പരിശുദ്ധമായ ഊതാണ്. ഇത് ആസാമിൽ നിന്നും എൻ്റെ സുഹൃത്തിലൂടെ ഞാൻ വാങ്ങിയ ഊതാണ്. വളരെ 100% നാച്ചുറലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാടൊന്നും വേണ്ട. ഇത് 6 ml ബോട്ടിലാണ്. ഇത് ജസ്റ്റ് ഒറ്റ ഡ്രോപ്പ് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എടുക്കുന്നത്. ഒരു ഡ്രോപ്പിനേക്കാൾ കുറവെന്ന് നമുക്ക് പറയാം. ഈ ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ വളരെ നന്നായി പാക്ക് ചെയ്ത് ഉണക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഊത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, എന്നിട്ട് ദീർഘമായി ഞാൻ ബ്രീത്തിങ് ചെയ്യുന്നു. ഇങ്ങനെ ദീർഘമായി ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10-20 തവണ നിങ്ങൾ ഇങ്ങനെ ഊതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അഥവാ മൂക്കിലൂടെ ദീർഘമായ ശ്വാസം അകത്തേക്കെടുക്കുകയും വായിലൂടെ ശ്വാസം ദീർഘമായി പുറത്തേക്ക് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു എക്സസൈസ് പോലെ കണ്ടാൽ മതി നിങ്ങളിതിനെ. ഇങ്ങനെ നിങ്ങൾ ഊതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. അതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച്
പറ്റുമെങ്കിൽ നല്ല ഉയർന്ന ഭൂമി, അതുവേ നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെയുള്ള തണുപ്പുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി പോലെയുള്ള പ്രകൃതി രമണീയമായ ഉയർന്ന പ്രദേശങ്ങളോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇങ്ങനെ ഒന്ന് പരിശോധിക്കാൻ. അതുപോലെ അല്ലെങ്കിൽ കടപ്പുറങ്ങൾ, അത് ബീച്ചിലുള്ള മനോഹരമായ തിരമാലകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതിദത്തമായ ഒരു കാഴ്ചയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പുലർച്ചെ സൂര്യോദയത്തിന് തൊട്ട് ശേഷം രാവിലെ 7 മണി ആ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ 6:30 മണിക്ക് ശേഷമൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാം. ഒരു ചെറിയൊരു ഡ്രോപ്പ് ഊത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ദീർഘമായി അത് മൂക്കിലേക്ക് അതിൻ്റെ മണമെടുക്കുന്നു, ദീർഘമായി നിങ്ങൾ വായയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ മൂക്കിലൂടെ ശ്വാസം പുറത്ത് വിടുകയോ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഊത് ഉപയോഗിച്ച് നോക്കൂ. ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് കമൻറ്റിൽ എഴുതാൻ ശ്രമിക്കൂ. ഏതായാലും ഞാൻ ഊതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ അക്യുപങ്ക്ചർ പോലെ തന്നെ ഊതിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും എല്ലാ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അവർ ആഹാരം കഴിക്കുന്നത് പോലെ, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ, അവരുടെ ഒട്ടേറെ ആവശ്യങ്ങളുള്ളതുപോലെ സുഗന്ധത്തിനെയും ഒരു ആവശ്യമായി നിങ്ങൾ കണക്കാക്കൂ. കൃത്യമായി നിങ്ങളുടെ ജീവിതം കൂടുതൽ മികച്ചതാകാൻ നല്ല സുഗന്ധം ഉപയോഗിക്കുന്നത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. താങ്ക് യു.